അജ്ഞാതമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അത് പല പല മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ആഴ്ച നമുക്ക് അങ്ങനെ കുറച്ച് ആർക്കും അറിയാത്ത എന്നാൽ കേൾക്കുമ്പോൾ അതിശയമുണർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം. മൃഗങ്ങൾ, ബഹിരാകാശം, ഭൂമിശാസ്ത്രം, ശാസ്ത്രം, ആരോഗ്യം, ജീവശാസ്ത്രം തുടങ്ങിയ ജിജ്ഞാസ ഉണർത്തുന്ന ഒരുപിടി കാര്യങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. പഞ്ഞിക്കെട്ട് പോലെ കാണുന്ന മേഘങ്ങൾ നമുക്ക് കണ്ണിന് കുളിർമ നൽകാറുണ്ട്. എന്നാൽ ഈ പഞ്ഞിക്കെട്ടിന്റെ ഭാരം എത്രയാണെന്ന് അറിയാമോ? ഒരു മേഘത്തിന് ഏകദേശം 1 ദശലക്ഷം ടൺ ഭാരമുണ്ട്. ഒരു മേഘത്തിന് സാധാരണയായി ഏകദേശം 1 കിലോമീറ്റർ 3 വോളിയവും 1 മീറ്റർ 3-ന് ഏകദേശം 1.003 കിലോഗ്രാം സാന്ദ്രതയുമുണ്ട്. ഇത് ചുറ്റുമുള്ള വായുവിനേക്കാൾ 0.4% കുറഞ്ഞ സാന്ദ്രതയാണ്. അതുകൊണ്ടാണ് ഇവയ്ക്ക് പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്. ഏറ്റവും ഉയരമുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ജിറാഫ് എന്നുത്തരം പറയാൻ ആർക്കും പ്രയാസമുണ്ടാകില്ല. എന്നാൽ ഇവയ്ക്ക് ഇടിമിന്നലേൽക്കാൻ മനുഷ്യനേക്കാൾ 30 മടങ്ങ് സാധ്യതയുണ്ട്. ജിറാഫുകളുടെ ഉയരം തന്നെയാണ് ഇതിന് കാരണം. ഓരോ വർഷവും 1000 ജിറാഫുകൾ 0.003 ഇടിമിന്നലേറ്റ് മരിക്കുന്നു. ഇത് മനുഷ്യരുടെ മരണനിരക്കിന്റെ 30 ഇരട്ടിയാണ്. ഈ ആഴ്ച എത്ര പെട്ടെന്നാണ് കടന്നുപോയതെന്ന് നമ്മൾ പറയാറില്ലേ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഭൂമിയുടെ ഭ്രമണ വേഗത മാറുകയാണ്. ശരിക്കും വേഗത കുറയുന്നു. ഇതിനർത്ഥം ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഒരു നൂറ്റാണ്ടിൽ ശരാശരി 1.8 സെക്കൻഡ് വർദ്ധിക്കുന്നു എന്നാണ്. 600 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം വെറും 21 മണിക്കൂർ മാത്രമായി അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ മൃഗങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായാണ് സമയം അനുഭവിക്കാൻ കഴിയുന്നത്. ചെറിയ മൃഗങ്ങൾക്ക് അവയ്ക്ക് ചുറ്റുമുള്ള ലോകം മനുഷ്യരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത്. ഉദാഹരണത്തിന് പല്ലികളും പൂച്ചകളും നായ്ക്കളും സാവധാനത്തിലാണ് അവരുടെ സമയം അനുഭവിക്കുന്നത്. കാരണം സമയത്തെക്കുറിച്ചുള്ള ധാരണ തലച്ചോറിന് ഇൻകമിംഗ് വിവരങ്ങൾ എത്ര വേഗത്തിൽ പ്രോസസ് ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് കാരണം. നിങ്ങളുടെ തലച്ചോർ നിരന്തരം സ്വയം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? എന്നാൽ അത് സത്യമാണ്. ഈ പ്രക്രിയയെ ഫാഗോസൈറ്റോസിസ് എന്നാണ് വിളിക്കുന്നത്. തലച്ചോറിൽ കോശങ്ങൾ ചെറിയ കോശങ്ങളെയോ തന്മാത്രകളെയോ സിസ്റ്റത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവരണം ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. സാരമില്ല, ഫാഗോസൈറ്റോസിസ് ദോഷകരമല്ല കേട്ടോ. തലയില്ലാതെ ഒരു ജീവിക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് ഒരു കോഴി തെളിയിച്ചിട്ടുണ്ട്. മൈക്ക് എന്ന കോഴി തലയില്ലാതെ 18 മാസമാണ് ജീവിച്ചത്. കോഴിയുടെ അവിശ്വസനീയമായ ഈ നേട്ടം 1940-കളിൽ USA-യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴിയുടെ ജുഗുലാർ ഞരമ്പിന്റെ സഹായത്തോടെയാണ് അതിജീവനം സാധ്യമായതെന്നാണ് രേഖകൾ പറയുന്നത്. ടൈ ധരിക്കുന്നത് ഒരു സ്റ്റാറ്റസ് സിംബൽ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ടൈ ധരിക്കുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം 7.5% കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം 7.5% വരെ കുറയുകയാണ് 2018-ലെ ഒരു പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തലകറക്കം, ഛർദി, തലവേദന എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. നായ്ക്കൾ സ്നേഹം കൂടുതലുള്ള ജീവികളാണെന്ന് നാം എല്ലാവരും പറയും. അതുകൊണ്ട് തന്നെ അവ ചത്തുപോയാൽ കുടുംബത്തിലെ ഒരംഗം നഷ്ടപ്പെട്ടതുപോലെയാകും നമ്മളിൽ പലർക്കും. ശരാശരി 10 മുതൽ 15 വർഷം വരെയാണ് നായ്ക്കളുടെ ആയുസ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ നായ 29.5 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു ഓസ്ട്രേലിയൻ നായയായ ബ്ലൂയിയാണ് റെക്കോർഡ് സൃഷ്ടിച്ച് ജീവിച്ചത്. സൂര്യൻ ശബ്ദമുണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? എന്നാൽ സൂര്യൻ ശബ്ദമുണ്ടാക്കാറുണ്ട്, പക്ഷെ നമുക്കത് കേൾക്കാൻ കഴിയില്ല. മർദ്ദതരംഗങ്ങളുടെ രൂപത്തിൽ സൂര്യൻ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നുമുള്ള മർദ്ദതരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം 100 കണക്കിന് മൈലുകൾ അപ്പുറത്തിരുന്നാൽ അവ മനുഷ്യന്റെ കേൾവിയുടെ പരിധിക്കപ്പുറമാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി എന്നതാണല്ലോ നമ്മുടെ അറിവ്. എന്നാൽ ഇരട്ട അഗ്നിപർവ്വതങ്ങളായ ഹവായിലെ മൗന കിയ, മൗന ലോവ എന്നിവയ്ക്ക് എവറസ്റ്റിനേക്കാൾ ഉയരമുണ്ട്. കാരണം ഇവയുടെ 4.2 കിലോമീറ്റർ ഉയരം വെള്ളത്തിനടിയിലാണ്. എവറസ്റ്റിലെ 4.6 കിലോമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരട്ട അഗ്നിപർവ്വതങ്ങളുടെ ആകെ നീളം 10.2 കിലോമീറ്റർ ആണ്. ഒരു മാപ്പിന്റെ സഹായത്തോടെയാണല്ലോ നമ്മൾ ഓരോ രാജ്യത്തിനെയും സ്ഥാനവും കണ്ടെത്തുന്നത്. എന്നാൽ ലോകത്തിലെ മിക്ക ഭൂപടങ്ങളും തെറ്റാണ്.
മിക്ക ഭൂപടങ്ങളിലും 1569 ആദ്യമായി വികസിപ്പിച്ചെടുത്ത മെർക്കേറ്റർ പ്രൊജക്ഷനാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ രീതി തികച്ചും കൃത്യമല്ലാത്തതാണ്. ഇതിനുദാഹരണമാണ് അലാസ്കയെ ബ്രസീലിനേക്കാളും ഗ്രീൻലാൻഡിനേക്കാളും 14 മടങ്ങ് വലുതായാണ് കാണിക്കുന്നത്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത് വലിയ നേട്ടം തന്നെയായിരുന്നു. എന്നാൽ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന്റെ ഒരു ഭാഗം നാസ ശരിക്കും വ്യാജമാക്കി. ചന്ദ്ര ഉപരിതലത്തിൽ നീൽ ആംസ്ട്രോങ്ങിന്റെ ആദ്യ ചുവടുകൾ വ്യാജമാണെങ്കിലും ബഹിരാകാശ യാത്രികർ ഭൂമിയിൽ തിരിച്ചെത്തിയപ്പോൾ ബഹിരാകാശ യാത്രിക ക്വാറന്റൈൻ പ്രോട്ടോകോൾ പ്രധാനമായും ഒരു വലിയ ഷോ മാത്രമായിരുന്നു. ശരിക്കും ചിരിച്ചുകൊണ്ട് മരിക്കാം. ഹൃദയാഘാതത്തിനോ ശ്വാസം മുട്ടലിനോ കാരണമാകുന്ന തീവ്രമായ ചിരി കാരണം നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. എല്ലാ ജീവികളും ശ്വസനം നടത്തിയാണല്ലോ ജീവിക്കുന്നത്. എന്നാൽ ഉറുമ്പുകൾക്ക് ശ്വാസകോശമില്ല. പകരം അവ സ്പീഷീസിനെ ആശ്രയിച്ച് 9-10 ചെറിയ വിടവുകളിലൂടെയാണ് അവ ശ്വസിക്കുന്നത്. കളിയും കിറ്റുമായി എന്ത് ബന്ധമെന്ന് ചോദിക്കാൻ വരട്ടെ. ചുവന്ന കിറ്റുകൾ ധരിച്ച ഫുട്ബോൾ ടീമുകൾ നന്നായി കളിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. നിങ്ങളുടെ വസ്ത്രങ്ങളുടെ നിറം മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ ബാധിക്കുകയും നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനെ മാറ്റുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, കഴിഞ്ഞ 55 വർഷത്തെ ഫുട്ബോൾ മത്സരങ്ങളുടെ അവലോകനം കാണിക്കുന്നത് ചുവന്ന കിറ്റ് ധരിച്ച ടീമുകൾ ഹോം മത്സരത്തിൽ മറ്റേത് നിറത്തിലുള്ള ടീമുകളെക്കാളും മികച്ച രീതിയിൽ കളിച്ചു എന്നതാണ്. ഒച്ചുകൾക്ക് പല്ലുണ്ടെന്നറിയാമോ? കൃത്യമായി പറഞ്ഞാൽ 1000 മുതൽ 12,000 വരെ പല്ലുകൾ ഇവയ്ക്കുണ്ട്. എന്നിരുന്നാലും ഇവ നമ്മുടേത് പോലെയല്ല. അതിനാൽ പരിഹാസ്യമായ പല്ല് ചിരികളുള്ള ഒച്ചിനെ കുറിച്ച് ചിന്തിക്കരുത്. ഒച്ചിന്റെ ചെറിയ പല്ലുകൾ അതിന്റെ ഫയൽ പോലുള്ള നാവിലുടനീളം കണ്ടെത്താനാവും. വാഴപ്പഴം റേഡിയോ ആക്റ്റീവാണ്. ചിരിക്കാൻ വരട്ടെ, കാരണം പറയാം. പൊട്ടാസ്യം സമ്പുഷ്ടമായതിനാൽ പ്രകൃതിദത്ത ഐസോടോപ്പ് പൊട്ടാസ്യം 40 അടങ്ങിയിരിക്കുന്നതിനാൽ ഓരോ വാഴപ്പഴവും യഥാർത്ഥത്തിൽ അല്പം റേഡിയോ ആക്റ്റീവാണ്. രസകരമെന്ന് പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ ഏകദേശം 16 മില്ലിഗ്രാം പൊട്ടാസ്യം 40 അടങ്ങിയിരിക്കുന്നു. അതായത് നിങ്ങൾ ഇതിനകം ഒരു വാഴപ്പഴത്തേക്കാൾ 280 മടങ്ങ് റേഡിയോ ആക്റ്റീവാണ്. എന്നാൽ വാഴപ്പഴത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പൊട്ടാസ്യം 40 കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഇക്കാര്യങ്ങളൊക്കെ എവിടെ നിന്നറിഞ്ഞു എന്നതാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഇതാണ്. കഴിഞ്ഞ ദിവസം BBC സയൻസ് ഫോക്സ് എന്ന പങ്ക്തിയിൽ പ്രസിദ്ധീകരിച്ചവയാണിവ. 101 ഫൺ ഫാക്ട്സ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇവ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 101-ൽ ചിലത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കൗതുകമുണർത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട് കേട്ടോ.